എക്സാമിന് പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതും ഇതൊക്കെ റെഫർ ചെയ്യുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പെപ്പിൻ്റെ സ്റ്റുഡൻസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്കൊന്നും ഇനി നോക്കാനിട്ടില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നോക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ എന്നുള്ളൊരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു. ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇനിയുള്ള നമുക്കിപ്പോൾ നെറ്റ് ആണെങ്കിലും MPhil ആണെങ്കിലും അത്തരത്തിലുള്ള എന്തൊരു അച്ചീവ്മെൻ്റ് ആണെങ്കിലും അതെന്നും പെപ്പിലൊരു ആഘോഷമായിരിക്കും. പ്രോവിഡൻസ് കോളേജിൽ നിന്നാണ് ഞാൻ പെപ്പിലേക്ക് വരുന്നത്. 2017 പെപ്പിൻ്റെ ഫസ്റ്റ് ബാച്ചും പ്രോവിഡൻസ് കോളേജിലെ ഫസ്റ്റ് സൈക്കോളജി ബാച്ചും ആയിരുന്നു ഞാൻ. ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ കോളേജുകളിൽ നിന്ന് വരുന്ന പിള്ളേരാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഗ്യാങ് ആയിട്ടല്ല നമ്മളിവിടെ വരുന്നത്. നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആൾ ഡിസ്കസ് ചെയ്യുന്നു, നമ്മൾ അവർക്ക് ക്ലാസ് എടുക്കുന്നു. അത്തരത്തിലുള്ള സെഷനൊക്കെ പെപ്പിലുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തുടക്കത്തിൽ കിട്ടിയിരുന്നു. അപ്പോൾ ആ സമയത്ത് വേറെയൊക്കെ കോളേജിലുള്ള പിള്ളേർ പഠിക്കുന്നതും അതൊക്കെ ഷെയർ ചെയ്യുക, ആ ഒരു പിന്നെ നമ്മൾ ഒരുമിച്ച് എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ നമ്മൾ കാണുന്നത് പെപ്പിലുള്ള സ്റ്റുഡൻസിനെ. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്, നീ ഇത് പഠിച്ചു ഇനി ഏത് എക്സാം എഴുതുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബാച്ച് തന്നെയായിരിക്കും നമ്മൾ വേറെ എൻട്രൻസ് എക്സാം എഴുതുമ്പോഴും പിന്നീട് അങ്ങോട്ട് വേറെ എഴുതുമ്പോഴൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ 3 എൻട്രൻസസ് ആണ് എഴുതിയത്. അത് 3ലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാം. അതിനു മുന്നേ നമ്മൾ ഈ എന്താ പറയുക മെഡിസിൻ എൻട്രൻസും എൻജിനീയറിംഗ് എൻട്രൻസും ഒക്കെ എഴുതുമ്പോൾ ഒന്നും അറിയാതെ എഴുതിയ ആൾക്കാരാണ്. കാരണം അത് നമ്മുടെ എയിം ആയിരുന്നില്ല അതൊരു കാര്യം. അതിലൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. പക്ഷെ അതുപോലെയല്ല നമ്മൾ പെപ്പിൽ പ്രിപ്പയർ ചെയ്തിട്ട് എൻട്രൻസസ് എഴുതുമ്പോൾ നമുക്ക് മെജോറിറ്റി ആൻസേഴ്സ് അറിയുന്നതുമായിരിക്കും. അപ്പോൾ അത് എഴുതുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ എഴുതിയ 3ഉം എനിക്ക് തോന്നുന്നു ഞാൻ നല്ല സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. 2 ഏകദേശം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഒരു യൂണിവേഴ്സിറ്റി അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പെപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ചോദ്യം, അതായത് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എവിടെ കയറണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് എൻ്റെ എയിമായിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം അത് എനിക്കൊരു വലിയൊരു, അതായത് ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു അതിൽ മിക്ക ആൾക്കാരുടെയും ഗോൾ അല്ലെങ്കിൽ ടാർഗറ്റ് പ്ലേസിൽ തന്നെയാണ് അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് നിരന്തരം നമുക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ഗോൾ ഇതാണ് എന്നുള്ള നിരന്തരം നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പെപ്പിനെപ്പോഴും. നമുക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് വന്നിട്ട് അവരുടെ ഒരു മീറ്റ് ദ സ്കോളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റീനെ പറ്റിയും അവരുടെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസും ലൈഫും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിന് അവിടെ കിട്ടുന്ന ഒരു കളർ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എത്തിപ്പെട്ട സമയത്തും നമ്മുടെ പെപ്പിൻ്റെ അലൂമിനീസോ അല്ലെങ്കിൽ സീനിയേഴ്സോ ഒക്കെ നമ്മളവിടെ സ്വീകരിക്കാനായിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ എൻട്രൻസിനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് പെപ്പിൽ നിന്ന് വരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും ഒരു സിലബസോ മൊഡ്യൂളോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചറപറ പറഞ്ഞു പോകുന്നൊരു രീതിയല്ല. ഇവിടുത്തെ ക്ലാസ്സുകളും ഇവിടുത്തെ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് എടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഓരോ കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ തന്നെ എന്താ പറയുക ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു ലെക്ചറർ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നില്ല നമുക്കുണ്ടായിരുന്നത്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കൂടാതെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളും ഡെയിലി ലൈഫ് റിലേറ്റ് ചെയ്തതും, അതായത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എംഫസൈസ് ചെയ്ത് പറയുക, അല്ലാത്തത് ഇത് നോക്കണ്ട, ആ രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരിക എന്നുള്ളത് ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് തരാൻ പറ്റുന്നോ കാര്യങ്ങളല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. പിന്നെ നമുക്ക് ഡെയിലി കിട്ടിയിട്ടുണ്ടായിരുന്ന മോക്ക് ടെസ്റ്റുകൾ. എനിക്ക് തോന്നുന്നു ആ പ്രാക്ടീസ് ടെസ്റ്റുകളിൽ കൂടിയാണ് നമുക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളത്.
അല്ലാതെ നമ്മൾ എത്ര ബുക്ക് പഠിച്ചിട്ടോ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്താലോ ചിലപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് ഉണ്ടായിക്കോണമെന്നില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഡെയിലി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യും, നമ്മളും അത് പ്രാക്ടീസ് ചെയ്യും. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ കൂടാതെ നമ്മൾ ഈ മൈൻഡ് മാപ്സ് ഉണ്ടാക്കുക. ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു വലിയ ചാർട്ടിൽ നമ്മളതിങ്ങനെ മൈൻഡ് മാപ്സ് പോലെ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മൊത്തം ചാപ്റ്റർ ഒരു ഗ്ലാൻസിൽ നമുക്ക് കിട്ടുക ആ കാര്യങ്ങൾ. പിന്നെ കൂടാതെ ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കോൺസെപ്റ്റിൻ്റെയും ഡെഫിനിഷൻസ്, എല്ലാ കോൺസെപ്റ്റിൻ്റെയും പ്രപ്പോസേഴ്സ് ആ രീതിയിലൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തൊക്കെ പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നമ്മൾ ഹാൻഡി ആയിട്ട് വെക്കുകയാണ്. എക്സാമിന് പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതും ഇതൊക്കെ റെഫർ ചെയ്യുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പെപ്പിൻ്റെ സ്റ്റുഡൻസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്കൊന്നും ഇനി നോക്കാനിട്ടില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നോക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ എന്നുള്ളൊരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു. ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു കാര്യം ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയോ, ഈ യൂണിവേഴ്സിറ്റീൻ്റെ 2015 എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആ ഇത് നോക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിതൊന്നും ബോധേഡ് ആയിട്ടില്ല. കാരണം നമ്മളിതൊക്കെ പ്രിപ്പയർഡ് ആണ്, നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്തതാണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെപ്പിൻ്റെ പുതിയ ബാച്ചിന് വേണ്ടിയിട്ട് മീറ്റ് ദ സ്കോളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് എന്നെ വിളിച്ചത്. അപ്പോൾ എന്നെ ഇലക്ഷന് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോ ആണ് ഞാൻ ഇതിന് കൊടുത്തത്. അപ്പം അതിൻ്റെ പോസ്റ്ററിൽ വന്ന സമയത്ത് സെയ്ദ് സാർ അതിൻ്റെ ക്യാപ്ഷനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് ആണ് എന്നുള്ളൊരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്ഷൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ ഒരു ആ സമയത്തുള്ളൊരു സെൽഫ് എസ്റ്റീം കൂട്ടി. കുറേ ആൾക്കാർക്ക് നമ്മളോടുള്ളൊരു മതിപ്പും കൂടുന്നു അത് കാണുമ്പോൾ. അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായി. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളിപ്പം PG കഴിഞ്ഞിട്ട് ഇനിയുള്ള നമുക്കിപ്പോൾ നെറ്റാണെങ്കിലും MPhil ആണെങ്കിലും അത്തരത്തിലുള്ള എന്തൊരു അച്ചീവ്മെൻ്റ് ആണെങ്കിലും അതെന്നും പെപ്പിലൊരു ആഘോഷമായിരിക്കും. എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഇവരിവിടുന്ന് പറയുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളത് ചെയ്യുന്ന പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങനെ സില്ലി ആയിട്ട് കാണരുത്. കാരണം അത് കറക്റ്റായിട്ട് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അത് ചെയ്യാതെ പോയതിന് നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ ഒരു പീക്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സമയത്താണ് അവർ നമുക്കത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് അതേപോലെ അനുസരിക്കുക. കാരണം അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത്, ഇവരൊക്കെ ഇതിൻ്റെ പുറകെ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത് ഒരാളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്, ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഉള്ളത് എന്നുള്ളത് അവർ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങളും അത് സില്ലി ആക്കാതെ അത് കറക്റ്റായിട്ട് അനുസരിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫീൽഡിലുള്ള ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് ഈ ഫീൽഡിൻ്റെ ഒത്തിരി സാധ്യതകളും നമ്മൾ മനസ്സിലാക്കും.